മധ്യപൂർവ്വ ദേശത്ത് സമാധാനവും സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യുമെന്ന് നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡൻ്റായ മഹമ്മൂദ് അബ്ബാസിന് ഉറപ്പ് നൽകി. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആക്രമണവും ലെബനിലേക്കുള്ള ആക്രമണവുമായിട്ട് മാറുന്നു. അപ്പം നമ്മുടെ നയതന്ത്രപരമായ ഇടപെടൽ വളരെ ശക്തമാണ്, അല്ലെങ്കിൽ വളരെ തന്ത്രപരമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഈ തന്ത്രപരം എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെയാണ് പൊതുവേ രാജ്യങ്ങൾ പെരുമാറാറുള്ളത്. പലസ്തീൻ എന്ന രാജ്യത്തിന് UN അംഗത്വമില്ല, ഒരു ഒബ്സർവർ സ്റ്റാറ്റസേ ഉള്ളൂ. കാരണം പാലസ്തീനെ എല്ലാവരും രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ അംഗീകരിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്കൊരു പാലസ്തീൻ എംബസിയൊക്കെ ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ നമ്മൾ പാലസ്തീൻ പ്രസിഡൻറ്റിനെയൊക്കെ കാണും, കൈ കൊടുക്കും, ആ ചേട്ടാ സുഖമല്ലേ എന്നൊക്കെ പറയുമ്പോൾ വർത്തമാനമൊക്കെ പറയും. പിന്നെ നമ്മുടെ ഒരു സ്ഥിരം ഡയലോഗുണ്ട്, പണ്ട് മുതലേ ഭാരതം പറയാറുള്ളത്, എല്ലാ പ്രധാനമന്ത്രിമാരും യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അത് ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ പറയാറില്ല. അതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് വാക്കാണത്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. സമാധാനത്തിൻ്റെ പക്ഷത്താണ് ഇന്ത്യ. റഷ്യയിൽ പോയപ്പോഴും ഉക്രൈനിൽ പോയപ്പോഴും മോദി പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഇതൊക്കെ ശുദ്ധ റെട്ടറിക്കാണ്, ഇതൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയുന്നതാണ്. നമുക്ക് ഇസ്രായേലിനോട് നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഇസ്രായേൽ എംബസിയും ഡൽഹിയിലുണ്ട്, രണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും സുഹൃത്തുക്കളാണ്, രണ്ടുപേർക്കും നമ്മൾ ആയുധം കൊടുക്കാൻ തയ്യാറാണ്. ഇസ്രായേൽ ആയുധം വാങ്ങുന്നു, പാലസ്തീൻ അതൊന്നും വാങ്ങാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് അവർ വാങ്ങുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല. അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കച്ചവടം ചെയ്യും, കാരണം നമുക്ക് പൈസ വേണം. നമ്മളിപ്പോൾ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കുന്നവരാണ്. ഇമ്പോർട്ട് ചെയ്യാനും കാശ് മുടക്കുന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന വരുമാനവും നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നയതന്ത്രപരമായിട്ട് രണ്ട് കൂട്ടരോടും ഹാപ്പി ആയിട്ട് നിൽക്കും. ചില പ്രമേയങ്ങളിൽ പാലസ്തീനെ അനുകൂലിക്കും, 3/4 പ്രമേയങ്ങളും പാലസ്തീൻ്റെ വന്നു കഴിഞ്ഞാൽ അനുകൂലിക്കും. ഒരു 25% അബ്സ്റ്റെയിൻ ചെയ്യും. ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇന്ന് വരെ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യണമെന്ന് ഇസ്രായേൽ നിർബന്ധിക്കാറുമില്ല. കാരണം ഇസ്രായേലിന് ഇന്ത്യയുടെ കിടപ്പറിയാം, ഇന്ത്യയിലെ സാഹചര്യം എന്താണെന്നറിയാം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. ഇപ്പോൾ നോക്ക്, ഇസ്രായേലിൽ റീകൺസ്ട്രക്ഷന് അവരാളെ എടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ എടുത്തു, പക്ഷേ കേരളത്തിൽ നിന്ന് ആൾക്കാരെ എടുത്തില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു ജോലിക്ക് അപേക്ഷിച്ചു, അവരെടുത്തില്ല ഇസ്രായേൽ. കാരണം അവർ നോക്കുമ്പോൾ കേരളത്തിലാണ് ഈ പാലസ്തീൻ അനുഭാവികൾ കൂടുതൽ. ഒരു ഇസ്രായേൽ പട്ടാളക്കാരുടെ യൂണിഫോം തയ്ക്കുന്നൊരു ഫാക്ടറി ഉണ്ടായിരുന്നു അങ്കമാലിയിലെങ്ങാണ്ട്. ആ ഫാക്ടറി അയാൾ പൂട്ടി. പാലസ്തീനെ ആക്രമിക്കുന്ന പട്ടാളത്തിന് യൂണിഫോം ഉണ്ടാക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അയാളുടെ വിചാരം ഇയാൾ യൂണിഫോം കൊടുത്തിട്ട് വേണം അവർക്ക് യുദ്ധം ചെയ്യാൻ. ഇയാളുടെ ഫാക്ടറി പൂട്ടിപ്പോയി എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇസ്രായേലിൽ ഹമാസിൻ്റെ ബോംബേറ്റ് മരിച്ച ഒരു മലയാളി നഴ്സ്, അവരുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നു. അന്ന് അതിൽ അനുശോചിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിക്കും. മാണി സി കാപ്പനത് തിരുത്തേണ്ടി വന്നു. ഹമാസ് തീവ്രവാദികളെന്ന് എഴുതി തീവ്രവാദി എന്നുള്ള വാക്ക് തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് മാണി സി കാപ്പൻ തിരുത്തി. ഇസ്രായേലുകളൊന്നും മിണ്ടിയില്ല. അവരിവിടെ വന്നു, ഈ സ്ത്രീയുടെ വീട്ടിൽ പോയി അവർക്ക് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു, കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ തിരിച്ചുപോയി. പക്ഷേ അന്ന് അവർ മലയാളിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, നന്ദിയില്ലാത്ത വർഗമാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു, അവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ റെസ്റ്റോറേഷൻ വർക്ക് ഒരുപാട് നടക്കണമല്ലോ. ഈ നശിപ്പിച്ച കെട്ടിടങ്ങളൊക്കെ വീണ്ടും ഉണ്ടാക്കണ്ടേ, അത് പാരലി അതിൻ്റെ വർക്ക് അവർ തുടങ്ങിക്കഴിഞ്ഞു. ആ വർക്കിന് പോലും മലയാളികളെ എടുത്തില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിലുള്ള മലയാളികൾ അവരിൽ കൂടുതലും ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളോട് തിരിച്ചു പൊക്കോളാൻ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും വിമാനം പോകുന്നു, ആർക്കെങ്കിലും പോകണോ, തിരിച്ചു പോകണോ, മലയാളികളുടെ എണ്ണം കുറയ്ക്കുക. ഈ രീതിയിൽ ഇസ്രായേൽ പെരുമാറും. നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അവരുടെ കാൽക്കുലേഷൻ കറക്റ്റല്ലേ? അതെ. ഇന്ത്യയിലെ സിറ്റുവേഷൻ അവർക്കറിയാം, കേരളത്തിലെ സിറ്റുവേഷൻ അറിയാം. അതുകൊണ്ട് കേരളത്തിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചു. റിക്രൂട്ട്മെൻറ്റ് എല്ലാവരും റെഡിയായിട്ടിരുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് 1,00,000 പേരോ മറ്റോ പോകാൻ തയ്യാറായിരുന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് വരട്ടെ, അവിടെ കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്.
അവസാനം വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകാൻ നേരത്ത് അവർ എണ്ണി മലയാളികളെ ഒഴിവാക്കി. ഇതൊക്കെ ഇസ്രായേലും ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേലിന് നമ്മളെ വിശ്വാസമില്ല, മലയാളികളെ വിശ്വാസമില്ല. ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ യൂണിഫോം തരില്ല എന്ന് പറയുക, ചൊറിയുക, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ പറയുക, ഇറ്റ് ഈസ് ഓൾ മൊത്തത്തിൽ അന്തരീക്ഷം നമുക്കെതിരാണ്. വേണ്ടപ്പം ഞങ്ങളുടെ പാട് നോക്കിക്കോളാം. കേരളം കണ്ടിട്ടൊന്നും അല്ലല്ലോ അവർ ഇസ്രായേൽ ഉണ്ടാക്കിയത്. കേരളം ഇവിടെ അങ്ങ് പാലസ്തീൻ്റെ സ്വർഗരാജ്യമായിട്ട് കഴിയട്ടെ. ഇസ്രയേലിലേക്ക് ജോലിക്ക് പോകുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് ഈ ഇസ്രയേലുകാർ ഇന്ത്യക്കാരെ കാണുമ്പോൾ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അപ്പം കയറ്റി വിടുന്നു. മാത്രമല്ല ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. ഇത് അവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അവർക്ക് പഴയ ആറ്റിറ്റ്യൂഡൊന്നുമല്ല, നിങ്ങൾ തിരിച്ചു വയ്ക്കുമോ എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കുറച്ച് മലയാളികൾ കാണിക്കുന്ന ഒരു തെറ്റായ നിലപാടുകൾ കൊണ്ട് ഒരു വലിയ ജോലി സാധ്യതകൾ കൂടി ഇല്ലാതാകില്ല. എല്ലാ മലയാളികളും തെറ്റായ നിലപാട് കാണിക്കുന്നു. കുറച്ച് മലയാളികൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റ് മലയാളികൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം ക്രിസ്ത്യാനികൾക്ക് ദോഷമായിട്ട് വരും. പാലസ്തീൻ ഐക്യദാർഢ്യം അവർ നടത്തുമ്പോൾ ഇപ്പുറത്ത് ഇസ്രായേൽ ഐക്യദാർഢ്യം ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടക്കണം. നടത്തിയോ? ഇല്ല. പേടിയായിരിക്കും. പേടിയോ? അതൊന്നുമല്ല. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവസാനം ബാധിക്കുന്നത് അവരുടെ സമുദായത്തെയാണ്. ഇപ്പോഴും അവർ ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ. അവസാനത്തെ ക്രിസ്ത്യാനിയെയും ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടാൽ പോലും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരക്ഷരം മിണ്ടുകയില്ല. അവരിപ്പോഴും അവർ ഇസ്ലാമിനെ നോക്കിയിട്ട് ഇസ്ലാമുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തിയിട്ട് ഹിന്ദുക്കളെ അങ്ങ് തീർത്ത് കളയാം എന്നുള്ള ആശയത്തിലാണ് സഭയിലെ ഭൂരിപക്ഷം നേതാക്കളും. അൽമായർ അങ്ങനെയല്ല. അൽമായർക്ക് കളി ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അൽമായർ സ്വതന്ത്രരല്ല. ക്രൈസ്തവ സഭകളിൽ നേതൃത്വത്തിൽ ഭൂരിപക്ഷം പേരും ഇസ്ലാമിക പക്ഷപാതികളാണ്. കത്തോലിക്ക സഭ പലപ്പോഴും ഇതിന് എതിര് നിൽക്കണമെന്നുള്ളവരുണ്ട്. അവർ പലപ്പോഴും ദീപിക പത്രത്തെ സ്വാധീനിച്ച് എഡിറ്റോറിയൽ എഴുതിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സഭ ഒന്നടങ്കം ഈ പാലസ്തീനെതിരായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് ഒരു പ്രകടനം, ഒരു പ്രസ്താവന ഇറക്കാൻ സഭ തയ്യാറല്ല. അതിവർ ചെയ്യില്ല. എനിക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഞാൻ നിരാശ കൊണ്ടാണ് പറയുന്നത്, അല്ല എനിക്ക് അവരോട് വിരോധം ഉണ്ടായിട്ടില്ല. നിരാശ കൊണ്ട് ഞാൻ പറയുകയാണ്. അവരുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട അൽമായരെ സംരക്ഷിക്കണം എന്നുപോലുമുള്ള ചിന്ത ക്രൈസ്തവ സഭകൾക്ക് നഷ്ടപ്പെട്ടു. അവർ ഇസ്ലാമുമായിട്ട് കൂട്ടുചേർന്ന് എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കാൻ അവർ തയ്യാറാണ്. ഇന്നും പാലാ ബിഷപ്പിൻ്റെ പേരിൽ FIR ഇല്ലേ? FIR ക്വാഷ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. പോലീസ് പിൻവലിച്ചിട്ടില്ലല്ലോ. അവരുടെ പാലാ അതിരൂപതയുടെ ബിഷപ്പ് ഒരു FIRന് കീഴിൽ ഇപ്പോഴും നിൽക്കുന്നു. എന്തെങ്കിലും ദണ്ണമുണ്ടോ അവർക്ക്? പാലായിൽ, കേരളത്തിലെ വത്തിക്കാനാണ് പാല, അവിടുത്തെ ബിഷപ്പിൻ്റെ വസതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് മാർച്ച് നടത്തി. എന്തായിരുന്നു ക്രൈസ്തവ സഭയുടെ മറുപടി? അവർ മൊത്തം ഡിഫെൻസീവിൽ പോയി. അതങ്ങനെയല്ല, കുറവിലങ്ങാട്ട് പള്ളിയിൽ അവിടെ കൂടിയവർക്ക് വേണ്ടി മാത്രം ബിഷപ്പ് പറഞ്ഞു പോയതാണ്, അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു ചുറ്റി ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഇതൊരു കഷ്ടമാണ്. സ്വന്തം സമുദായത്തെ, ആ സമുദായത്തിൻ്റെ നേതൃത്വം തന്നെ ഉപേക്ഷിക്കുക, എന്നിട്ട് ഈ റാഡിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി അവരുടെ പിന്നാലെ പോവുക. എന്നിട്ട് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര, മണിപ്പൂരിലുള്ളവർക്ക് ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടെന്ന് പോലും അവിടുത്തെ ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. അത് വേറൊരു ജനുസാണ് മണിപ്പൂരിലെ ക്രിസ്ത്യാനി. ഇതൊക്കെ ചെയ്തത് ഈ ബിഷപ്പുമാരാണ്. സിനഡ് കൂടിയിട്ട് എത്ര തവണ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ അത് ഇല്ല എന്ന് പറയാനായിട്ട് 4-5 പേര് അപ്പം തന്നെ എണീറ്റ് വരും. ഒരു രീതിയിലും ആ സമുദായത്തെ സംരക്ഷിക്കാൻ അവർ തയ്യാറില്ല. ഈ ജൂതന്മാർ വേറെയാണെന്നുള്ളൊരു നിലപാട് ക്രൈസ്തവ സഭയിൽ കുറച്ച് പേരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടാവും. ജൂതന്മാർ വേറെയാണെന്ന നിലപാട് അവർക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇസ്ലാം തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, റാഡിക്കൽ ഇസ്ലാമാണ് തങ്ങളുടെ മോചനം എന്ന് തീർച്ചയുള്ള കുറേ ബിഷപ്പുമാരും അച്ഛന്മാരും ഇപ്പോഴും ഉണ്ട്. അതുണ്ട്, അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റേ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ജൂതന്മാരോട് അവരുടെ നിലപാട്, ജൂതന്മാരിവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അവർക്ക് ഇസ്ലാമിനെ വെറുപ്പിക്കാൻ അവർ തയ്യാറല്ല.
അതേസമയം ഹിന്ദുക്കളെ വെറുപ്പിക്കാൻ അവർക്ക് ഒരു മടിയില്ല. ISISഉം RSSഉം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് കുറച്ചു കാലം മുമ്പ് ലേഖനം എഴുതിയത് ഒന്ന് മരിച്ചുപോയ ചങ്ങനാശ്ശേരി ബിഷപ്പ് പൗവത്തിൽ തിരുമേനി, രണ്ട് ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ്. ഈ രണ്ട് പേരും ഇതേ തലക്കെട്ടിൽ ലേഖനം എഴുതി. ഒരാൾ ദീപികയിലും ഒരാൾ മാതൃഭൂമിയിലും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ റാഡിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളെന്തെങ്കിലും മലമറിക്കും എന്ന് പറഞ്ഞാൽ അത് സാധിക്കാൻ പോകുന്നില്ല. യു ആർ സക്കുംബിങ് ടു ദ പ്രഷർ ഓഫ് റാഡിക്കൽ ഇസ്ലാം ആൻഡ് യുവർ സൊസൈറ്റി ഈസ് സഫറിങ്, ബട്ട് യു ഡോണ്ട് കെയർ. എപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കുന്നത് അറിയില്ല. ഐ ജസ്റ്റ് ഡോണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേദനയോടെയാണ് ഇത് പറയുന്നത്. അല്ലാതെ എനിക്ക് തരിമ്പും അവരോട് ദേഷ്യമില്ല, കാലുഷ്യമില്ല, വേർപ്പില്ല, ഒന്നുമില്ല. ഈ നമുക്ക് ഒരു നിരാശ തോന്നുമല്ല, അത്യന്തം നിരാശ. ആ നിരാശയിൽ നിന്നാണ് ഞാൻ ഈ കടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നത്, അല്ലാതെ വിരോധത്തിൽ നിന്നോ ശത്രുതയിൽ നിന്നോ അല്ല. ഇന്ത്യയുടെ നിലപാട് എന്തായാലും ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് പറയാം. ഇന്ത്യക്ക് അങ്ങനെ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിനകത്ത് തലവയ്ക്കാൻ പറ്റുമോ? നമ്മൾ എന്തിന് തലവയ്ക്കണം? 7,500 മൈൽ ദൂരെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഹിസ്റ്റോറിക്കലി അടിയാണ്. ഇപ്പോൾ തുടങ്ങിയ അടിയാണ് പോട്ടെ എന്ന് വയ്ക്കാം. 1948 ഇസ്രായേൽ രൂപം കൊണ്ട നാൾ മുതലുള്ള അടിയാണ്. അതിൽ നമ്മൾ കക്ഷിയിരുന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. നമുക്ക് നമ്മളുടെ കച്ചവടം ഭംഗിയായിട്ട് നടക്കണം, എല്ലാവരുമായിട്ട് ഗുഡ് ടേംസ്. രണ്ടുപേര് തമ്മിൽ അടിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കാറില്ലേ? കാരണം രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരടിച്ച് തീരുമ്പോൾ തീരട്ടെ, നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഇയാൾ വെള്ളം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും, അയാൾ ഭക്ഷണം ചോദിച്ചാലും കൊടുക്കും. അത് ഇയാളെ തല്ലാനുള്ള പ്രചോദനമോ ഒന്നുമല്ല, ചോദിച്ചു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യക്ക് പെരുമാറാൻ പറ്റുള്ളൂ, അങ്ങനെ വേണം പെരുമാറാൻ. നമുക്കതിൽ പക്ഷം പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് ശരിയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.